നമസ്കാരം. ഇലക്ഷൻ ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കാലിക പ്രസക്തമായ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് ഇലക്ഷൻ ചാനൽ ചർച്ച ചെയ്യുന്നത്. അത് BJPയുടെ ക്രിസ്ത്യൻ രാഷ്ട്രീയമാണ്. പ്രധാനമന്ത്രിയുടെ ക്രിസ്ത്യൻ വിരുദിന് പിന്നാലെ തുടർ നീക്കത്തിലാണ് BJPയുടെ കേരളത്തിലെ അടക്കം ശ്രമം. അടുത്ത മാസം പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നുണ്ട്. ക്രൈസ്തവ സഭാ പ്രതിനിധികളുമായി അദ്ദേഹം ഒരുപക്ഷെ കൂടിക്കാഴ്ച നടത്തിയേക്കും. വേദി തൃശൂർ തെരഞ്ഞെടുപ്പിലെ തന്നെ ചില സാധ്യതകൾ BJP മുന്നിൽ കാണുന്നുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനം അടുത്ത വർഷം നടക്കാനിരിക്കെ ഇതും ക്രൈസ്തവ സഭയുമായുള്ള ബന്ധം ദൃഢമാക്കാനുള്ള അവസരമാക്കാനാണ് BJP ആലോചിക്കുന്നത്. പ്രധാനപ്പെട്ട വിഷയം അതുതന്നെയാണ്. കാരണം മാർപ്പാപ്പ ഇന്ത്യയിലെത്തുമെന്ന് മോദി ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ സഭാ മതമേലധ്യക്ഷന്മാരോട് അറിയിച്ചു കഴിഞ്ഞു. 2024 പകുതിയോടെ 2025 ആദ്യം അദ്ദേഹം എത്തിയേക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. വത്തിക്കാനും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം കേരളത്തിൽ നമുക്കറിയാം, തൃശ്ശൂരാണ് BJPയുടെ പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത്. അവിടെ ക്രിസ്ത്യൻ വിഭാഗത്തിന് ഏറെ മേൽക്കൈയുള്ള ഒരു മണ്ഡലം കൂടിയാണ്. സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒപ്പം സ്നേഹവിരുന്ന് കേരളത്തിൽ BJP നടത്തുന്നുണ്ട്. ക്രിസ്മസ് ദിനത്തിൽ നേതാക്കളൊക്കെ പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ ഭവനങ്ങളിലെത്തി കേക്കുകൾ കൈമാറുകയും മറ്റു ചെയ്ത കാഴ്ചകൾ നമ്മൾ കണ്ടു. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളെ BJP അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. മനു ഭരതനോടൊപ്പം ഉണ്ട്. മനു, ഈ BJPയുടെ ശ്രമം ഇന്ന് ആരംഭിച്ചതല്ല. അത് കഴിഞ്ഞ വർഷം തന്നെ ഇത്തരത്തിൽ ചില ശ്രമങ്ങൾ BJPയുടെ ഭാഗത്തുണ്ടായിരുന്നു. ഒപ്പം അനിൽ ആന്റണി ഒപ്പം അതടക്കമുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ BJPയിൽ എത്തിച്ചതുകൂടെ നമുക്കറിയാം, ക്രിസ്ത്യൻ നേതാക്കളെ. ഇതൊക്കെ പക്ഷേ വിജയം കണ്ട ശ്രമങ്ങളായിരുന്നില്ല. അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ കാര്യമായ നേട്ടം BJPക്ക് ആ വിഭാഗത്തിലുണ്ടായില്ല. പുതിയ നീക്കത്തിലൂടെ BJP എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ക്രിസ്ത്യൻ പോപ്പുലേഷൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മൊത്തം കണക്കെടുക്കുമ്പോൾ അത് നമുക്കറിയാം, ഒരു 2021 സെൻസസാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിൻ്റെ ഒരു ഡാറ്റ നോക്കുമ്പോൾ ഒരു 26 ദശലക്ഷം, അത് 2.5 കോടിയിലധികം ക്രിസ്ത്യൻസ് ഇന്ത്യയിൽ ഉണ്ട്. ഇപ്പോൾ ഒരു പക്ഷേ കൂടിയിട്ടുണ്ടാകാം. ഏതായാലും അവർ ഈ ജനസംഖ്യയുടെ ഒരു 2.5% താഴെ മാത്രം വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് പൂർണ്ണമായും ഒരു വോട്ട് ബാങ്ക് എന്നതിനപ്പുറത്തേക്ക് ഇതിന് കുറേ കൂടി മാനങ്ങൾ പ്രധാനമന്ത്രി കാണുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിൽ ക്രിസ്ത്യൻ പോപ്പുലേഷൻ ജനസംഖ്യ ഒരു നിർണായകമായ സംവിധാനമാണ്. കാരണം ഒരു 142 നിയമസഭാ മണ്ഡലങ്ങളിൽ അവർക്ക് വ്യക്തമായി ആര് ജയിക്കും തോൽക്കും എന്നൊക്കെ നിർണ്ണയിക്കാൻ ഉള്ള സ്വാധീനവും കരുത്തും കൂടുതലാണല്ലേ കേരളത്തിൽ? അതെ, കേരളത്തിൽ നമുക്കിപ്പോൾ ഏതാണ്ട് സംസ്ഥാനത്തിൻ്റെ ഇപ്പോൾ പഴയൊരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 18.4 20% ക്രിസ്ത്യൻ ഇതുണ്ട്. പിന്നെ നമുക്ക് ഉള്ളത് ഈ ചെറിയ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആണ്. അവിടെ ഇപ്പോൾ നാഗാലാൻഡിലാണെങ്കിൽ ഒരു 87% അവിടെ ക്രിസ്ത്യൻസ് വരുന്നുണ്ട്. മിസോറമിലും ഇതൊരു 86%, മേഘാലയയിലാണെങ്കിൽ ഇതൊരു 75%, മണിപ്പൂരിലൊരു 42%, അരുണാചൽ പ്രദേശിൽ 30%, അതുപോലെ ഗോവയിൽ ഒരു 10-25% ക്രിസ്ത്യൻസ്. അങ്ങനെ പക്ഷേ ഈ സംസ്ഥാനങ്ങളിലൊക്കെ BJP വലിയ മേധാവിത്വം നേടിയ സംസ്ഥാനങ്ങളാണ്. അവർക്ക് ആ പിന്തുണ അവിടുത്തെ ഈ ശ്രമങ്ങളൊന്നും ഉണ്ടാകാത്ത സമയങ്ങളിൽ പോലും സമയങ്ങളിൽ അവർക്ക് അവിടെ പിന്തുണയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ വിഷയമല്ല. പക്ഷേ ഇതിനപ്പുറത്തേക്ക് പ്രധാനമന്ത്രി ഒരു ഗ്ലോബൽ ലീഡർ എന്ന തരത്തിലാണ് ഇപ്പോൾ സ്വയം പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഇടയിലാണ് നമ്മുടെ ഈ കഴിഞ്ഞ G20 ഒരു തർക്കം വന്നതും. തർക്കമല്ല, പ്രധാനമന്ത്രി കാനഡയോട് കാണിച്ച ഒരു ചെറിയ വൈമുഖ്യം, അത് ഒരു സിഖുകാരുടെ ചില പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചാണ്. സിഖ് വിഘടനഭാഗത്തെ അവർ പിന്താങ്ങുന്നു എന്നൊക്കെയുള്ള തരത്തിൽ. അപ്പോൾ സ്വാഭാവികമായും ഈ ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ മൈനോറിറ്റികളെ വേണ്ടത്ര രീതിയിൽ അംഗീകരിക്കുന്നില്ല എന്ന ചില തർക്കങ്ങൾക്കത് വഴിതെളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു തികഞ്ഞ മറുപടിയായിരിക്കും ഈ പോപ്പിൻ്റെ വരവോടുകൂടി. എൻ്റെ സംശയം മനു, നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ മേഘാലയ, മണിപ്പൂർ, മിസോറാം, ഗോവയിലൊക്കെ ക്രിസ്ത്യൻ മെജോറിറ്റിയുള്ള സംസ്ഥാനങ്ങളാണ്, ഒരുപാട് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളാണ്. പക്ഷേ കേരളത്തിലും 18% എന്ന് മനു പറഞ്ഞു. പക്ഷേ ആ സംസ്ഥാനങ്ങളിലൊക്കെ ക്രിസ്ത്യൻ ഭൂരിപക്ഷം ഏറെയുള്ള സംസ്ഥാനങ്ങളിൽ BJP വിജയം നേടിയെങ്കിൽ പോലും കേരളത്തിൽ ഒന്നും ഫലിക്കുന്നില്ല. ആ പശ്ചാത്തലം അതെങ്ങനെ കാണണം? അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. കേരളത്തിലെ ക്രിസ്ത്യാനികളെ BJPയിൽ ഘടിപ്പിക്കാൻ സാധിക്കാത്ത സാഹചര്യം എങ്ങനെ ഉരുത്തിരിയുന്നു എന്നതും പ്രധാന ചോദ്യമാണ് രാഷ്ട്രീയ കേരളത്തിൽ. അല്ല, ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ചെറിയ സംസ്ഥാനങ്ങളാണ്. അവർ കൂടുതലും ഒരു സെൻറ്റർ ഡിപ്പെൻഡൻ്റ് ആണ്. അവർക്ക് കേന്ദ്ര ഭരണത്തെ കൂടുതൽ ഒന്ന് ഡിപ്പെൻഡ് ചെയ്യാതെ
പിടിച്ചു നിൽക്കൽ എളുപ്പമല്ല. മാത്രമല്ല കേന്ദ്ര ഭരണത്തിലിരിക്കുന്നവർക്കൊപ്പം നീങ്ങുക എന്നൊരു നിലപാടാണ് എപ്പോഴും ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ഗോവയിൽ കുറേ കൂടി വ്യത്യസ്തമായൊരു രാഷ്ട്രീയമാണ്. അവിടെ BJPക്ക് കുറേ കൂടി സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു എന്നതൊരു വലിയ നേട്ടം തന്നെയാണ്. കാരണം ഗോവ നമുക്കറിയാലോ ഒരു പോർച്ചുഗീസ് അധിനിവേശത്തിൻ്റെ ചരിത്രമൊക്കെ ഉണ്ട്. അവിടെ അന്നത്തെ ഈ പോർച്ചുഗീസ് ഇന്ത്യ വിടണം എന്നൊക്കെയുള്ളൊരു പ്രക്ഷോഭം നടത്തുന്നതിൽ BJP വലിയ നിർണായകമായ പങ്കുവഹിച്ചൊരു ഇടമാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഗോവയിൽ പിന്നീട് ഉണ്ടായിട്ടുള്ള ചില രാഷ്ട്രീയ നീക്കങ്ങളും നമുക്കറിയാം. ആളുകളെ വാങ്ങിച്ചെന്നും കൊടുത്തു എന്നൊക്കെയുള്ള പരാതികളുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. ഏതായാലും അതിനൊക്കെ അവിടെയൊക്കെ ചെറിയ സംസ്ഥാനങ്ങളെന്നില്ല, അവർ കൂടുതലും ഈ കേന്ദ്രത്തിൽ ഡിപ്പെൻഡൻ്റാണ്, സാമ്പത്തികമായും അല്ലാതെയും ഒക്കെ മറ്റു കാര്യങ്ങൾക്കും ഒക്കെ. അപ്പോൾ കേരളത്തിന് പക്ഷേ വേറൊരു രാഷ്ട്രീയ നയവും ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല കേരളം ഈ രാഷ്ട്രീയ മാറ്റത്തോട് പെട്ടെന്ന് അങ്ങനെ ഒരു സമീപനം, കേരള കോൺഗ്രസുകളുടെ ഭൂമികയാണ് ക്രിസ്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറെ സ്വാധീനം ചെലുത്തുന്ന കേരള കോൺഗ്രസുകളുടെ ഭൂമികയാണ്. നമുക്കറിയാം ഈ ജോണി നെല്ലൂരിനെയൊക്കെ കേരള കോൺഗ്രസിന്റെ ഭാഗമായി ജോണി നെല്ലൂരിനെയൊക്കെ BJPയിൽ അടുപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായി, പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. പക്ഷെ അതൊക്കെ ഇപ്പോഴും കയ്യാലപ്പുറത്താണ്. അതെ. അപ്പോൾ ഇത് BJP പല സെക്ടേഴ്സിനെ, ഇപ്പോൾ BDJSനെ കേരളത്തിലെ പ്രബല വിഭാഗമായ ഈഴവ സമുദായത്തെ ഒപ്പം നിർത്താൻ, അതുപോലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഒപ്പം നിർത്താൻ ഒക്കെയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അത് നേരത്തെയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് വേണ്ടത്ര രീതിയിൽ വിജയം കാണാത്തതിൻ്റെ ഒരു കാരണം നമ്മുടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഇവിടെ വ്യക്തമായ ഒരു രാഷ്ട്രീയമുണ്ട്. അവർ നാഷണൽ മെയിൻ സ്ട്രീമിൻ്റെ ഒപ്പം കോൺഗ്രസ് അനുകൂല നിലപാട് ദീർഘകാലം സ്വീകരിച്ചവരാണ്. പിന്നെ അതിലൊരു ചെറിയ വിഭാഗം ഒരു 10-35% ആളുകൾ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ അവർ പിന്നെ ഇടത് രാഷ്ട്രീയത്തോട് ആഭിമുഖ്യം പുലർത്തുന്നവരാണ്. അപ്പോൾ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്നതിനപ്പുറത്തേക്ക് അവർ വലിയ ഒരു രാഷ്ട്രീയ നയവും കാഴ്ചപ്പാടും ഒക്കെ ഉള്ള ഒരു വിഭാഗമാണ്. തീർച്ചയായും അതാണ് അതിൻ്റെ ഒരു കാര്യമായി. തീർച്ചയായും നമുക്ക് BJPയുടെ ശ്രമം 2014 BJP സർക്കാർ നമുക്കറിയാം ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നത്. അതിനുശേഷം 2017 മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനത്തിനുള്ള അഭ്യർത്ഥന അത് നടത്തിയിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് പക്ഷേ തുടർ നടപടികൾ ആ കാലത്ത് ഉണ്ടായില്ല. കാരണം ആ സമയം മുതൽ തന്നെ മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കാനുള്ള ശ്രമം BJP സർക്കാർ നരേന്ദ്രമോദി നടത്തിയിരുന്നു എന്നുള്ളതാണ്. അത് അന്ന് അല്പം ആ സമയത്ത് തന്നെ നമുക്കറിയാം, അതിനു മുമ്പ് ഒരുപാട് പ്രധാനമന്ത്രിമാർ മാർപ്പാപ്പയെ കണ്ടിട്ടുണ്ട്, ക്ഷണിച്ചിട്ടുണ്ട്, സന്ദർശിച്ചിട്ടുണ്ട് ഇവിടെ. പക്ഷേ 2017 ആ അഭ്യർത്ഥനയ്ക്ക് അന്ന് നടപടി ഉണ്ടായില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് ഈ 2016 നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കണം എന്നൊരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ആ ആഗ്രഹം നമ്മുടെ അന്നത്തെ പിന്നെ ഇന്ത്യയിലെ പ്രമുഖപ്പെട്ട കർദിനാൾമാർ, പ്രത്യേകിച്ച് ഈ ഡൽഹി കേന്ദ്രമായൊക്കെ പ്രവർത്തിക്കുന്ന, ഉത്തരേന്ത്യയിലൊക്കെ പ്രവർത്തിക്കുന്ന കർദിനാൾമാരൊക്കെ ഇത് വലിയൊരു ഗൗരവമുള്ള വിഷയമായി ഏറ്റെടുക്കണമെന്ന ഒരു നിലപാട് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് ആണ് ഇതിനൊരു മുൻകൈ എടുക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ എന്തുകൊണ്ടോ ആദ്യഘട്ടത്തിൽ അതിനൊരു അനുകൂലമായൊരു നീക്കം ഉണ്ടായില്ല. പിന്നെ അന്ന് നമുക്ക് കേന്ദ്ര സർക്കാരിന്റെ മൊത്തം സംവിധാനത്തിൽ നിന്നും വലിയ പിന്തുണ കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരെയുള്ള ആക്രമണങ്ങളുടെ കഥകൾ ഉണ്ടായിരുന്നു. ലോകതലത്തിൽ BJPക്കെതിരെയുള്ള ഒരു എതിർവാക്യങ്ങൾ ഉണ്ടായിരുന്നു ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഒക്കെ ഇടയിൽ. അത് മാറാൻ ഒരു പക്ഷേ കുറെ സമയം എടുത്തു കാണും അല്ലേ? അത് 2016 ഇദ്ദേഹം ഇങ്ങനെ ഒരു ഫ്രാൻസിസ് മാർപ്പാപ്പ ഇങ്ങനെ ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കുമ്പോൾ അത് ഒന്നാമത് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വരവ് തന്നെ വലിയൊരു മാറ്റം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാക്കിയിരുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹം നമുക്കറിയാലോ, നമ്മൾ ആ ടു പോപ്സ് എന്നുള്ളൊരു പ്രശസ്തമായ ഇംഗ്ലീഷ് സിനിമ 2019 ഇറങ്ങിയിരുന്നു. ഈ ഫെർണാൻഡോ മെയ്റേലസ് സംവിധാനം ചെയ്ത ഈ ചിത്രം. അപ്പോൾ മെയ്റേലസ് ഈ ചിത്രത്തിൽ 2 പോപ്പുമാർ, അവരൊരാൾ ജർമ്മനിയിൽ നിന്ന് വരുന്നു, മറ്റൊരാൾ അർജൻറ്റീനയിൽ നിന്ന് വരുന്നു. അപ്പോൾ അവർ രാജ്യങ്ങൾ തമ്മിലുള്ളൊരു ഫുട്ബോൾ വൈര്യവും ഒക്കെ ഉണ്ട്. പക്ഷേ അതിനിടയിലും ഈ പോപ്പുമാർ ഒരു സൗഹൃദം കാഴ്ചവെക്കുന്നു. അപ്പോൾ റാറ്റ്സിംഗർ എന്ന ജർമ്മൻ കാർഡിനാലും ഈ നമ്മുടെ ഫ്രാൻസിസ് പാപ്പയും ഒക്കെയാണ് ആദ്യം ഇതിൽ 2 പേര് പരിഗണിക്കപ്പെടുന്നത്, ജോൺ പോളിന് ശേഷം. അപ്പോൾ അതിനുശേഷം ഇതിൽ ആദ്യം ഈ കർദിനാൾ റാറ്റ്സിംഗറിനെ തിരഞ്ഞെടുക്കുകയും അദ്ദേഹം പിന്നെ ബെനഡിക്റ്റ് 16 അദ്ദേഹം ചുമതലയേൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ അദ്ദേഹം കുറേ കൂടി കൺസർവേറ്റീവ് എന്നുള്ള ഒരു നിലപാട് കുറച്ചുകൂടി ഉയർത്തിപ്പിച്ചു. പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പ പിന്നീട് അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞ് ഫ്രാൻസിസ് മാർപ്പാപ്പ കൊടുക്കുന്നു. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ബെർഗോഗ്ലിയോ എന്ന അദ്ദേഹത്തിൻ്റെ പിന്നെ കർദിനാൾ ബെർഗോഗ്ലിയോ
എന്ന പേരായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ മാറ്റി ഫ്രാൻസിസ് മാർപ്പാപ്പ വരുന്നു. അദ്ദേഹം കുറേ കൂടി ലിബറൽ മൈൻഡ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. എല്ലാ മതവിഭാഗങ്ങളെയും അദ്ദേഹം അംഗീകരിക്കുന്ന തരത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഇത് വരുന്നു. 2021 മോദി ഫ്രാൻസ് മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2021 ആ ക്ഷണം മോദിയുടെ ഭാഗത്ത് നിന്ന്, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. 2021 നമ്മുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ശേഷമാണോ അതിന് മുൻപാണോ എന്നറിഞ്ഞുകൂടാ. പക്ഷേ മോദി ഫ്രാൻസ് മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയാണ് അല്ലേ? മോദി അതിന് ഒരു കാരണമുണ്ടായിരുന്നു. കാരണം അന്ന് നമ്മുടെ ഇന്ത്യയിൽ നടന്ന ഇന്ത്യ പ്രസിഡൻസി വഹിച്ച G20 ഉച്ചകോടി 2021 ഇറ്റലിയാണ് അതിൻ്റെ പ്രസിഡൻസി ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിൽ പങ്കെടുക്കാനെന്ന നിലയിൽ പ്രധാനമന്ത്രി റോമിലേക്ക് പോകുന്നു. അതിൻ്റെ കൂടെ അദ്ദേഹം ചെല്ലുകയും ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണുകയും അദ്ദേഹം ഇന്ത്യയിലേക്ക് വരണം എന്ന ഒരു അഭ്യർത്ഥന മുന്നോട്ട്. അപ്പോൾ ആദ്യകാലത്ത് 2017 ഉണ്ടായിരുന്ന നിലപാടിനേക്കാൾ കുറേ കൂടി മയപ്പെട്ടു. അപ്പം നമുക്കറിയാം, നേരത്തെ വാജ്പേയിയുടെ കാലത്താണ് പോപ്പ് വരുന്നത്. അപ്പോൾ അതിനുശേഷം അടുത്ത പോപ്പ് വരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അതിനുവേണ്ടി കർദിനാൾമാർ നീക്കങ്ങൾ നടത്തുന്നു. പക്ഷേ ഒരുപക്ഷെ അവരിൽ ചിലർ എനിക്ക് പ്രതീക്ഷ മങ്ങുന്നു എന്നൊക്കെ അന്ന് ഈ ഓസ്വാൾഡ് ഗ്രേഷ്യസിനെ പോലുള്ള കർദിനാൾമാർ പറഞ്ഞിരുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് പതുക്കെ ഈ സംഗതി ഈ നിലപാടിൽ വലിയ അത് ഈ ഫ്രാൻസ് മാർപ്പാപ്പയുടെ കുറച്ചുകൂടെ ലിബറൽ മൈൻഡിന്റെ ഭാഗമായിരിക്കാം. ഒപ്പം BJP പിന്നീട് സ്വീകരിച്ച നിലപാടുകൾ പലതരത്തിലുള്ള ക്രിസ്ത്യൻ മിഷണറി വിഷയങ്ങളിൽ, കൺവേർഷൻ്റെ കാര്യത്തിലൊക്കെ BJP സ്വീകരിച്ച നിലപാടുകളൊക്കെ അതിന് പ്രധാനമായി കാണും. ഒരു പക്ഷേ 2022 ഡിസംബർ വളരെ പ്രധാനപ്പെട്ടൊരു മാസമാണ്. അതിൽ പ്രധാനമന്ത്രി CBCI പ്രസിഡന്റ്, കേരളത്തിലെ തലവൻ അടക്കം ഉള്ള മാർ ആൻഡ്രൂസ് താഴത്തുമായുള്ള കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ളതും കേരളത്തിൽ വന്ന് 2022 ഡിസംബറിലാണ് ഐതിഹാസികമായ സംഭവം. കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ തലവനായാണ് അന്ന് തിരഞ്ഞെടുക്കപ്പെടുകയാണ് ഈ മാർ ആൻഡ്രൂസ് താഴത്ത്. അപ്പോൾ അദ്ദേഹം നമ്മുടെ കേന്ദ്രമന്ത്രി മുരളീധരനും ഒക്കെ അപ്പം പ്രധാനമന്ത്രിയെ കാണുന്നു. അപ്പോൾ പ്രധാനമന്ത്രി ഈ വിഷയം അദ്ദേഹത്തോട് പറയുകയാണ്. ഞാനിങ്ങനെ വത്തിക്കാനിൽ ചെന്ന് പോപ്പിനെ കാണുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ മന്ത്രി ഇവരെല്ലാം ചേർന്നാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ കാണുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ശ്രമം ഉണ്ടാകണം എന്ന്. പിന്നീട് അവിടെ നിന്നാണ് ഈ ചർച്ചകൾ കുറെ കൂടി പ്രാധാന്യം ഉണ്ടാകുന്നത്. ഏതായാലും 2024 ഇന്ത്യ സന്ദർശിക്കാൻ മാർപ്പാപ്പ പദ്ധതി ഇടുന്നു എന്ന് വത്തിക്കാൻ ന്യൂസ് 2023 ഫെബ്രുവരിയിൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. 2024 ഇന്ത്യ സന്ദർശിക്കാൻ പദ്ധതിയിടുന്നതാണെന്ന് 2023 വത്തിക്കാൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂളൊക്കെ വളരെ പ്രധാനപ്പെട്ടാണ്. ലോകരാജ്യങ്ങളിലൊക്കെ സന്ദർശിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. സ്വാഭാവികമായും ഇന്ത്യയിലെത്തുമ്പോൾ 2023 തന്നെ നമ്മളെ അറിയിക്കുകയാണ് 24ലോ 25ലോ എത്തും എന്നുള്ള കാര്യം. അല്ല, ഇങ്ങനെ ഒരു ക്ഷണം ഉണ്ടായൊരു സാഹചര്യത്തിൽ അദ്ദേഹം താൻ ഇനി ഇന്ത്യ സന്ദർശിക്കും അടുത്ത വർഷം എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. നമ്മുടെ ഈ ഫെബ്രുവരിയിൽ ഞാൻ ഇന്ത്യ സന്ദർശിക്കും, ഒപ്പം മംഗോളിയയിലേക്കും പോകണമെന്നുള്ളൊരു ആഗ്രഹം കൂടി അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും അതൊക്കെ ഒരു വലിയ നേട്ടമായി തന്നെ ഈ BJP സർക്കാർ കാണുന്നു. അവർ പോപ്പിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കണം, അതിന് കൂടുതൽ നമ്മുടെ ഇവിടുത്തെ സഭാ നേതൃത്വത്തിൻ്റെ പിന്തുണ വേണം എന്നൊക്കെയുള്ള തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോകുന്നു. അത് വലിയ തോതിൽ BJPയുടെ ഒരു മുഖം, ഗ്ലോബൽ ഫേസ് എന്ന തരത്തിൽ BJPയുടെ ഗ്ലോബൽ ഫേസിൽ കുറേ കൂടി ഒരു ടോളറൻസ് ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു ഇന്ത്യൻ സർക്കാർ എന്നത് നമ്മളിപ്പോൾ ഈ വിദേശ മാധ്യമങ്ങളിൽ നോക്കിയാൽ ഒരു ഹിന്ദു എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷൻ എന്നുള്ള തലത്തിലൊക്കെയാണ് പലപ്പോഴും നമ്മൾ വിദേശ മാധ്യമങ്ങളിൽ BJP അല്ലെങ്കിൽ RSSനെയൊക്കെ കോട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു സദ്ഭാവനയുള്ള, ഒരു സമഭാവനയുള്ള ഭാരതത്തിൻ്റെ മുഖം കൂടിയാണ് തങ്ങളുടെ പാർട്ടി അല്ലെങ്കിൽ സംഘടന എന്നൊക്കെ പ്രഖ്യാപിക്കാൻ കൂടിയാണ് ഈ നീക്കം എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. 2023 ഏപ്രിലിൽ കേരളത്തിലെ സഭാ അധ്യക്ഷന്മാരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കേരളത്തിലെത്തി 2023 ഏപ്രിൽ മാസത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ സഭാ മേലധ്യക്ഷന്മാരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നു. അതെ, അത് വലിയൊരു ഇതായിരുന്നു. അദ്ദേഹം ഇവിടെ വന്നു, നേതാക്കളെ, സഭാ നേതൃത്വത്തെ കണ്ടു. ഇപ്പോൾ കർദിനാൾ ജോർജ് ആലഞ്ചേരി, അതുപോലെ നമ്മുടെ സീറോ മലങ്കര കാത്തലിക് ചർച്ചിൻ്റെ കർദിനാൾ ബെസേലിയോസ് ക്ലീമിസിനെ കണ്ടു. അതുപോലെ സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിൽ നിന്നുള്ള മാർത്തോമ മാത്യൂസ് തൃതീയനെ കണ്ടു. അതുപോലെ മെത്രോപൊളിറ്റൻ ട്രസ്റ്റി ജേക്കബ് ചർച്ചിൻ്റെ ജോസഫ് മാർ ഗ്രിഗോറിയസ്, അവരെയൊക്കെ കാണുകയാണ്. അതോടൊപ്പം തന്നെ അതുകൂടാതെ ജോസഫ് കളത്തിപ്പറമ്പിലിനെ പോലുള്ള സഭാ നേതൃത്വത്തിലുള്ള ആളുകളെയും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വ്യക്തികളെയും കാനായ
പിന്നെ ചർച്ചിൻ്റെ തലവൻ എന്നുള്ള തരത്തിലുള്ള ആളുകളെ പ്രതിനിധികളെയും ഒക്കെ കാണുകയാണ്. അപ്പോൾ അത് ഈ ക്രിസ്ത്യൻ സമൂഹവുമായി കൂടുതൽ അടുക്കുക എന്ന ഒരു നിലപാട് പൊതുവേ തൻ്റെ ഒരു നയപരമായൊരു മാറ്റം BJP-യിൽ ഉണ്ട് എന്നത് പ്രകടമാക്കാൻ കൂടി ആ കൂടിക്കാഴ്ചകൾ ഗുണപ്രദമായി. അത് ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഡൽഹിയിൽ പ്രധാനമന്ത്രി തൻ്റെ വസതിയിൽ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർക്ക് ബിഷപ്പുമാർക്കടക്കം വിരുന്ന് നൽകിയ ഒരു സാഹചര്യം ക്രിസ്മസ് ദിനത്തിൽ വളരെ പോസിറ്റീവായിട്ടാണ് അതിനുശേഷം പ്രധാനപ്പെട്ട മതമേലധ്യക്ഷന്മാരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ഈ നിൽക്കുന്ന അസ്വസ്ഥതകൾ, ഇതുമായി ബന്ധപ്പെട്ട അവരുടെ പ്രശ്നങ്ങൾ, പരിഭ്രാന്തികൾ, അതൊക്കെ ഒന്ന് മാറ്റിക്കുറിക്കാനുള്ള ഒരു തുടക്കം പ്രധാനമന്ത്രി ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നത് അവർ വളരെ പോസിറ്റീവായി കണ്ട പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ അതിനുള്ള തുടക്കം, അതിനൊപ്പമാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നത് 2024 മധ്യത്തിലോ 2025 തുടക്കത്തിലോ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ത്യയിലെത്തും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. 2024 മധ്യം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കഴിയും. പക്ഷെ അപ്പോഴും പ്രഖ്യാപനം അതിനു മുൻപ് പ്രധാനമന്ത്രി നടത്തുകയാണ്. അല്ല, പക്ഷെ അങ്ങനെ മാർപ്പാപ്പ വരുന്നു എന്നത് തന്നെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോട് തനിക്ക് ഒരു അടുപ്പമുണ്ട് എന്ന് കാണിക്കാൻ പ്രധാനമന്ത്രിക്ക് ഒരു അവസരം നൽകുകയാണ്. കാരണം മാർപ്പാപ്പയെ താൻ ക്ഷണിക്കുന്നു, അതുപോലെ മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തും. അപ്പോൾ ഇതിൻ്റെ തുടർ ചർച്ചകൾ ഇനി ഉണ്ടാകുമല്ലോ, പെട്ടെന്നൊരു ദിവസമല്ലല്ലോ മാർപ്പാപ്പ വരുന്നത്. അപ്പോൾ അതിൻ്റെ പദ്ധതികളുണ്ടാകും. അപ്പോൾ നിരന്തരമായ ഒരു ബന്ധം ഇപ്പം തന്നെ തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഭരണസിരാ കേന്ദ്രങ്ങളിലുള്ളവരും അതുപോലെ ഈ ക്രൈസ്തവ സഭാ നേതാക്കളുമൊക്കെ ആയിട്ടുള്ളൊരു ഒരു ഇൻട്രാക്ഷൻ നിരന്തരമായി ആവശ്യമായി വരും. അപ്പോൾ അത് ഇനി പോപ്പിൻ്റെ കൂടി ഒരു താല്പര്യം എന്നാണ് അദ്ദേഹത്തിൻ്റെ സമയം എന്നൊക്കെ നോക്കിയായിരിക്കും വരുന്നത്. ഏതായാലും അധികം വൈകാതെ പോപ്പ് എത്തും എന്ന ഒരു മെസ്സേജ് ഇപ്പോൾ രാജ്യത്തെ മുഴുവൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികൾക്കിടയിലേക്കും കൊടുക്കാൻ ഈ ക്രിസ്മസിന് BJP-ക്ക് കഴിഞ്ഞു എന്നത് വളരെ പ്രധാനമാണ്. കാരണം മാർപ്പാപ്പ ഇന്ത്യയിൽ വരിക എന്ന് പറയുന്നത് ആ സമൂഹത്തിന് നൽകുന്ന ഒരു ആത്മവിശ്വാസം, ഒരു പോസിറ്റീവ്നെസ് ചെറുതല്ല മനു. അത് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ നേതാക്കളൊക്കെ പറയുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല BJP എന്ന് പറയുമ്പോഴും അവർക്ക് മുന്നിൽ പ്രധാനപ്പെട്ട അജണ്ടകൾ കേരളത്തിലടക്കമുണ്ട്. അത് പല ലോക്സഭാ മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ചുണ്ട്. മാർപ്പാപ്പ ഇന്ത്യയിലെത്തുന്നു പറയുമ്പോൾ ആ സമൂഹത്തിന് നൽകുന്ന ആത്മവിശ്വാസത്തെ, അല്ലെങ്കിൽ തങ്ങളോട് ചേർത്ത് നിർത്താൻ അവർ ആഗ്രഹിക്കുന്ന ആ സമൂഹത്തിന് വിശ്വാസം, BJP-യിൽ വിശ്വാസം വർദ്ധിപ്പിക്കും എന്നുള്ള പ്രതീക്ഷകൾക്ക് അത് ഒരുപാട് ഉയരങ്ങൾ നൽകുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വർഷവും ഒക്കെ ഏറ്റവും അധികം ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ ആക്രമണം ഉണ്ടായി എന്നൊക്കെ പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്ന ഒരു ഘട്ടത്തിൽ മണിപ്പൂരിലുണ്ടായി. അതുപോലെ ഈ വർഷം ഇപ്പോൾ ഇവിടെയാണെങ്കിലും മൊത്തം ഇന്ത്യയിൽ ഏതാണ്ട് 600ഓളം ഇൻസിഡൻസ് ഉണ്ട് എന്നാണ് അവർ പല ഘട്ടങ്ങളിലായി ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ മാത്രമല്ല, നമുക്കിപ്പോൾ ഒരു എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടുന്ന ഒരു വലിയ സംഭവമാണ് ഈ ഗ്രഹാം സ്റ്റുവാർട്ട് സ്റ്റെയിൻസിൻ്റെ ഒരു മരണം. അദ്ദേഹത്തെ ചുട്ടുകൊല്ലുകയാണല്ലോ. അപ്പോൾ അന്നത്തെ ആ BJP സംഘടനയിൽ നിന്ന് അകന്നതെന്ന് തോന്നുന്നു. അതെ, അത് വലിയ ഒരു ഭീതി അന്താരാഷ്ട്ര സമൂഹങ്ങൾക്കിടയിൽ പടർത്തുകയൊക്കെ ഉണ്ട്. ഏതായാലും അതിൻ്റെ ഘാതകനായ ദാരാ സിംഗ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ അദ്ദേഹത്തിനെ ശിക്ഷിച്ചപ്പോൾ പോലും ഈ സ്റ്റെയിൻസിൻ്റെ ഭാര്യ അദ്ദേഹത്തിന് താൻ എന്നെ മാപ്പ് കൊടുത്തു എന്ന് പറയുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു വലിയ സന്ദേശം അപ്പുറത്തുനിന്ന് വരുമ്പോൾ ഇങ്ങനെ ആളുകളെ ആക്രമിക്കുക, അല്ലെങ്കിൽ അവരെ മതപരിവർത്തനത്തിൻ്റെ വക്താക്കളായി ചിത്രീകരിക്കുക, യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ രോഗബാധിതരെ ചികിത്സിക്കാനും അത്തരം സേവന പ്രവർത്തനങ്ങൾക്കുമായിട്ടാണ് ഇന്ത്യയിൽ വരികയൊക്കെ ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രവർത്തനത്തിൽ അത് മതപരിവർത്തനത്തിന് വേണ്ടിയാണ് എന്ന് ചൊല്ലിയുള്ള തർക്കം, പിന്നെ അതുപോലെ പലയിടങ്ങളിലും ഇത് മതപരിവർത്തനത്തിൻ്റെ ഒരു മുഖമാണ്. ഇപ്പോൾ ഈ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ ആശുപത്രികൾ, ഇതിനൊക്കെ നേരെ നടക്കുന്ന ഒരു അക്രമം രാജ്യത്തുണ്ട്. അത് പലപ്പോഴും ഈ വളരെ വർഗീയമായി ചിന്തിക്കുന്ന ആളുകളുടെ പക്ഷത്തു നിന്ന് അതിൽ പലപ്പോഴും ചില ആളുകളൊക്കെ ബജരംഗ് ദളാണെന്നും അതുപോലെ പലതരം സേനയാണെന്നും ഒക്കെ പറഞ്ഞാണ് ഇവരെ മർദ്ദിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്തം ഒടുവിൽ ചെന്നെത്തുന്നത് BJP-യുടെ തലയിലേക്ക്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് മറ്റൊരു കാര്യം, ഇന്ത്യ സന്ദർശിച്ച മാർപ്പാപ്പമാർക്ക് വത്തിക്കാൻ എന്നും പ്രിയങ്കരമായ രാജ്യമായിരുന്നു ഇന്ത്യ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 1964 പോൾ 6 മാർപ്പാപ്പ അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മുംബൈയിൽ ഇന്റർനാഷണൽ ദിവ്യകാരുണ്യ കോൺഗ്രസിനാണ് അദ്ദേഹം എത്തിയത്. അത് വലിയ സന്ദർശനമായിരുന്നു. ഒരുപക്ഷെ ഒരു മാർപ്പാപ്പ ആദ്യമായി ഇന്ത്യയിലെത്തുന്ന വർഷം 1964 എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് പ്രിയപ്പെട്ടവരായിരുന്നു ഈ മാർപ്പാപ്പമാർ. ഇന്ത്യയെ സ്നേഹിച്ചിരുന്നവരായിരുന്നു.
ഇത്തരം മതമേലധ്യക്ഷന്മാർ എന്നതും പ്രധാനപ്പെട്ട മാത്രമല്ല ഈ ഒരു പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ ഈ സെയിൻറ്റ് തോമസ് വന്നു AD 52 എന്നൊക്കെയുള്ളൊരു ധാരണയുണ്ടല്ലോ. അപ്പോൾ അത് ഈ ക്രിസ്ത്യൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എത്രയോ വർഷങ്ങൾ, അതായത് എത്രയോ വളരെ നമ്മുടെ പൈതൃകം, ഒരു ക്രൈസ്തവ പൈതൃകം എന്ന് പറയുന്നത് അത് വളരെ നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ഒന്നാണ് എന്നത് ഉള്ളൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ടുകൂടി ഈ സന്ദർശനങ്ങൾ, ഇപ്പോൾ സെയിൻറ്റ് തോമസിൻ്റെ വരവാണല്ലോ കേരളത്തിൽ AD 52 ഉണ്ടായി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രദേശത്തേക്ക് വീണ്ടും വരുന്നു എന്നത് അതൊരു വീണ്ടും റീകണക്റ്റിംഗ് ആണ്. ലോകവുമായി വീണ്ടും ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ വിശ്വാസവും ഇവിടുത്തെ സംസ്കാരവും ഒക്കെ റീകണക്ട് ചെയ്യുകയാണ്, വീണ്ടും പുനർബന്ധം ഉണ്ടാവുകയാണ്. പിന്നെ വരുന്നൊരു പ്രധാന സംഭവം അതിൻ്റെ അടുത്ത സന്ദർശനം 1968 അല്ലേ? 1986 ഫെബ്രുവരിയിൽ മാർപ്പാപ്പ ഇന്ത്യയിൽ എത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ജോൺ പോൾ രണ്ടാമൻ ഇന്ത്യയിൽ എത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മിഷണറീസ് ഓഫ് ചാരിറ്റി കൊൽക്കത്തയിൽ ഇന്ത്യൻ നേതൃത്വവുമായി കൂടിക്കാഴ്ചയുണ്ട്. മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ സംഘടനയുടെ ഭാഗമായി അദ്ദേഹം അവിടെ സന്ദർശിക്കുന്ന ഒരു വലിയ പശ്ചാത്തലം ആ സമയത്ത് ഒരുങ്ങുന്നുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട. അന്ന് നമ്മളൊക്കെ 86 കുട്ടികളായിരുന്നു. അപ്പോൾ ഈ തൃശ്ശൂരിൽ ഒക്കെ ഈ ജോൺ പോൾ രണ്ടാമൻ വരുന്നു എന്നത് ഒരു വലിയ സംഭവമായിരുന്നു 86 അന്ന് ഈ അൽഫോൻസാമയെ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കുക, അതുപോലെ ഫാദർ കുര്യാക്കോസ് ചാവറയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുക എന്നൊക്കെയുള്ള ചടങ്ങുകളൊക്കെ അതിൻ്റെ ഭാഗമായി നടന്നു. അന്ന് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, പല വീടുകളിലും കുരുത്തോലകൾ കെട്ടി മാർപ്പാപ്പയെ വരവേൽക്കാൻ. ഇപ്പോൾ തൃശ്ശൂർ മാത്രമല്ല, മറ്റ് പാലക്കാടും അതിന് സമീപത്തൊക്കെയുള്ള സ്ഥലങ്ങളിൽ വീടുകളിലെല്ലാം, ക്രൈസ്തവ വീടുകളിലെല്ലാം മാർപ്പാപ്പ വരുന്നതെന്നും അദ്ദേഹത്തെ പോയി കാണാനും ഒക്കെയുള്ളൊരു വലിയൊരു ആവേശമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ഇതെന്താണ് കൗതുകം, കുട്ടികളെന്ന നിലയിൽ ഇത് മനസ്സിലാകാതെ ഈ തോരണങ്ങളും അതുപോലെ ഇദ്ദേഹത്തിൻ്റെ പടവും ഒക്കെ കണ്ട് വളരെ കൗതുകത്തോടെ, അന്ന് നമുക്ക് അത്ര കണ്ട് മറ്റ് ഇതിനെപ്പറ്റി അറിയില്ലെങ്കിലും നമ്മൾ അവിടെ ചെന്ന് നോക്കുകയും ചോദിച്ച ആളുകളോടൊക്കെ ഇത് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു. എന്നാലും ഇങ്ങനെ വരുന്നു എന്നത് വലിയ ആവേശമായി നമ്മളൊക്കെ വീട്ടിൽ ചെന്ന രക്ഷിതാക്കളോടൊക്കെ ഇങ്ങനെ മാർപ്പാപ്പ വരാൻ പോകുന്നു എന്ന് അതിൻ്റെ ഭാഗമായി ഇങ്ങനെ പലവിടും തോരണങ്ങളുണ്ട് എന്നൊക്കെ. തീർച്ചയായും. പിന്നെ മാർപ്പാപ്പ അതിനുശേഷം വരുന്നത് 1999 15 വർഷങ്ങൾക്ക് ശേഷമാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഏഷ്യൻ ബിഷപ്പുമാരുടെ സിനഡിൻ്റെ പ്രത്യേക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നു. 5 മുതൽ 7 വരെ, നവംബർ 5 മുതൽ 7 വരെ അദ്ദേഹം ഇന്ത്യയിൽ ചെലവഴിക്കുന്നു. ആ പ്രധാനപ്പെട്ട സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു. നമ്മുടെ ഈ 99 മാർപ്പാപ്പ ഡൽഹിയിൽ വന്നൊരു സമയത്ത് ഞങ്ങളൊക്കെ ഡൽഹിയിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായി മാർപ്പാപ്പയെ എങ്ങനെ വരുന്നു എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊക്കെ കുട്ടിക്കാലത്ത് ഈ മാർപ്പാപ്പയെ വരുന്നതിനെ പറ്റിയൊക്കെ ഒരു അറിവൊക്കെ കിട്ടിയിരുന്നു. അന്ന് ഈ കെ കരുണാകരൻ ഇദ്ദേഹത്തെ തൃശ്ശൂർ കൊണ്ടെത്തിക്കണം എന്ന്, മാർപ്പാപ്പ ആദ്യം വരേണ്ടത് തൃശ്ശൂരായിരിക്കണം കേരളത്തിൽ എന്നൊരു നിലപാടൊക്കെ അന്ന് ഉണ്ടായിരുന്നു. അതിന് മാളയിലാണ്. അതെ, ഒരു അപ്പോൾ തേക്കിക്കാട് മൈതാനത്താണ് അദ്ദേഹം വന്നത്. അപ്പോൾ കെ കരുണാകരൻ അന്ന് ഇത് വലിയ താല്പര്യമെടുത്ത് അദ്ദേഹത്തെ തൃശ്ശൂരിൽ ആദ്യം കൊണ്ടുവരുന്നു. പിന്നെ കോട്ടയത്ത് നാഗമ്പടത്തെത്തുന്നു. പിന്നെ അവിടെ നിന്ന് ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് ശംഖുമുഖത്തുമൊക്കെ വന്നു. അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ ഒരു വലിയ കുട്ടിക്കാലത്ത് ഇത് ഇങ്ങനെ കേട്ടതിൻ്റെ ഒരു ഓർമ്മയിൽ ഈ 99 ഞങ്ങൾ ഈ മാർപ്പാപ്പയെ കാണാനായി ചെല്ലുകയാണ്. അപ്പോൾ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വലിയ തിരക്കാണ്. അപ്പോൾ ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളാണ്. സ്വാഭാവികമായും നമ്മുടെ കൂടെ പഠിക്കുന്ന ക്രിസ്ത്യൻ സ്റ്റുഡൻസ് ഇതിനെ സംബന്ധിച്ച് മാർപ്പാപ്പ വരുന്നു, ഞങ്ങൾ കുറച്ച് പാസ്സൊക്കെ എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കും തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊക്കെ ഒരു കൗതുകത്തിൻ്റെ പുറത്താണ് ഈ മാർപ്പാപ്പയെ കാണാൻ അവിടെ ചെല്ലുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വരവ് ഞാൻ പറയാൻ പോകുന്നത് അതുകൊണ്ടാണ്, ഇനി വരാനിരിക്കുന്ന മാർപ്പാപ്പ വരുമ്പോഴും ഉണ്ടാകുന്ന ഒരു മാറ്റം അതാണ്. കാരണം ഈ സ്റ്റേഡിയത്തിൽ ഈ മാർപ്പാപ്പ വരികയും അദ്ദേഹം ഒരു തുറന്ന ജീപ്പിൽ അങ്ങനെ പതുക്കെ ആൾക്കൂട്ടത്തിൻ്റെ ഒപ്പം ഇങ്ങനെ ഇങ്ങനെ അദ്ദേഹത്തിന് വളരെ വളരെ പതുക്കെയാണ് അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ്സൊക്കെ, കൈ ഇങ്ങനെ പതുക്കെ ഉയരുന്നു. അപ്പോൾ ഒരു വളരെ സാധാരണമായ ഒരു മനുഷ്യൻ, വെളുത്ത തൂവെള്ള നിറം, വലിയ കരുത്തൻ എന്നൊന്നുമല്ല, നമ്മൾ ദുർബലനെ പോലെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ ഒരു പ്രായമായ ആളാണ്. പക്ഷേ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മുഖമൊക്കെ ആയിട്ടുള്ള ഈ മാർപ്പാപ്പയുടെ വരവ് ഒരു പക്ഷേ അതൊരു കൗതുകമായി കാണാൻ പോയവർക്കൊക്കെ ഒരു വലിയൊരു സ്പിരിച്വൽ ഫീലിംഗ് ആണുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ 2 വശത്തിരിക്കുന്ന ആളുകളും ഭയങ്കരമായി കരയുകയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അവിടെ ഈ ഒരു ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ആളുകൾ മാത്രമല്ല, സിഖ് മതത്തിൽപ്പെട്ട ആളുകളുണ്ടായിരുന്നു, പല വിഭാഗത്തിൽപ്പെട്ട. എൻ്റെ കൂടെ തന്നെ ഞങ്ങളുടെ JNUവിൽ നിന്ന് വന്നിട്ടുള്ളത് അവിടുത്തെ ഹിന്ദു മതത്തിൽപ്പെട്ടവരുണ്ട്. അതിലൊരാൾ അവിടുത്തെ RK പുരത്ത് ഒരു അമ്പലത്തിൽ പൂജയൊക്കെ ചെയ്യുന്ന ഒരു പ്രകാശൊക്കെയായിരുന്നു. അപ്പോൾ പ്രകാശൊക്കെ ഇത് കണ്ട് വളരെ വേണ്ടിയിട്ട് അദ്ദേഹത്തെ നമസ്കരിക്കാനും ഒക്കെ തോന്നി. അപ്പോൾ വലിയൊരു ഒരു മനുഷ്യൻ ഒന്നും കാര്യമായി ഒന്നും ചെയ്യുന്നില്ല, അദ്ദേഹം കൈ പതുക്കെ ഉയർത്തി ഇങ്ങനെ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആൾക്കൂട്ടം അദ്ദേഹത്തെ
ജനത്തിലേക്ക് അങ്ങനെ വളരെ സൂക്ഷ്മമായി ലയിച്ച് ഇറങ്ങുന്ന ഒരു വലിയ ദിവ്യ തേജസ് കണ്ട പോലെ ഒരു വലിയ മൈതാനം മുഴുവൻ പോപ്പ് എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയും കരയുകയും ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു വലിയ ഫീലിംഗ് കാഴ്ച ഒരിക്കലും മറക്കാൻ. അതുകൊണ്ടാണ് ഈ മാർപ്പാപ്പ വീണ്ടും വരുന്നു എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റ് ഒരു ചെറിയ സമൂഹത്തിനിടയിലല്ല, 2% ക്രിസ്ത്യൻസിനിടയിൽ മാത്രമല്ല, അത് ഈ ഹോൾ ഇന്ത്യൻ സെക്യുലർ തോട്ടുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ അത് പ്രധാനമന്ത്രി. നമുക്ക് ഈ നരേന്ദ്രമോദിക്ക് മുൻപ് നിരവധി പ്രധാനമന്ത്രിമാർ മാർപ്പാപ്പമാരെ സന്ദർശിച്ചിരുന്നു എന്നുള്ളതാണ്. 1955 പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു മാർപ്പാപ്പയെ കണ്ടിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 81 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയും മാർപ്പാപ്പയെ കണ്ട് സന്ദർശിച്ചിരുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒപ്പം 97 പ്രധാനമന്ത്രി IK ഗുജ്റാൾ അദ്ദേഹം മാർപ്പാപ്പയെ സന്ദർശിച്ചിരുന്നു. 2000 അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി, ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുമ്പുള്ള BJPയുടെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി അതിനുശേഷം മാർപ്പാപ്പയെ കണ്ടിരുന്നു. നരേന്ദ്രമോദി 2021 അദ്ദേഹം വീണ്ടും പിന്നീട് മാർപ്പാപ്പയെ കണ്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അങ്ങനെ നമ്മുടെ 5 പ്രധാനമന്ത്രിമാർ, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, IK ഗുജ്റാൾ, അടൽ ബിഹാരി വാജ്പേയി, നരേന്ദ്രമോദി എന്നിങ്ങനെ 5 പ്രധാനമന്ത്രിമാർ മാർപ്പാപ്പമാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മനു, അതെ, ഇത് ഈ ഇന്ത്യ വാറ്റിക്കാൻ ബന്ധം ആണ് ഇത് വ്യക്തമാക്കുന്നത്. കാരണം ഇതൊരു സാധാരണ ബന്ധമല്ല. ഇവിടെ നമ്മുടെ സെൻറ്റ് തോമസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ AD 52 തൊട്ട് ഉള്ള ഒരു ബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗ്ലോബൽ ലീഡർ എന്ന തരത്തിലേക്ക് ഉയരാൻ ഈ മാർപ്പാപ്പയുമായി ഒരു ആശയവിനിമയം അവരെ കാണുക. മാർപ്പാപ്പമാരുടെ പ്രത്യേകത ഇപ്പോൾ യുദ്ധങ്ങളിൽ പോലും ഇടപെട്ട് അവർ സംസാരിക്കാറുണ്ട്. യുക്രൈൻ യുദ്ധത്തിലായാലും ഇപ്പോൾ ഇസ്രായേൽ യുദ്ധത്തിലായാലും ഒക്കെ പലസ്തീൻ യുദ്ധത്തിലായാലും ഒക്കെ അവർ സംസാരിക്കാറുണ്ട്. അങ്ങനെ മനു പറഞ്ഞതുപോലെ ലോക ക്രമത്തിലുള്ള പല വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്നവർ കൂടിയാണ്, കേവലം മതമേലധ്യക്ഷന്മാർ മാത്രമല്ല അവർ. അതെ, അവർ ചില പൊളിറ്റിക്കൽ ഡിസിഷൻസ് പറയാറുണ്ട്. സോഷ്യൽ റിഫർമേഷനെ കുറിച്ച് പല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഇപ്പോൾ സ്വർഗാനുരാഗികളെക്കുറിച്ചൊക്കെയുള്ള ചില പ്രഖ്യാപനങ്ങൾ വലിയ മാറ്റങ്ങൾക്കാണ് അതൊക്കെ വഴിതെളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആളുകളെ ഇവിടുന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ അവിടെ ചെല്ലുകയും മാർപ്പാപ്പയെ കാണുകയും ഒക്കെ ചെയ്യുകയും അതിൻ്റെ ഇന്ത്യയിൽ നിന്നുള്ള പ്ലസൻട്രീസ് എക്സ്ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഒരു ആഗോളാടിസ്ഥാനത്തിലേക്ക് രാജ്യത്തിന് കരുത്തു പകരുന്ന ഒരു സന്ദർശനമാണ്. അവർ ഇന്ത്യയിലേക്ക് വരുന്നു എന്നതും അതുപോലെ തന്നെ വളരെ നമുക്ക് അതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഈ മാർപ്പാപ്പമാരുടെ പ്രസക്തി അതിൻ്റെയിലേക്ക് വരുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു കരിഷ്മയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് മനസ്സിലാക്കി തന്നെയാണ് BJPയുടെ ഓരോ മൂവ്മെൻറ്റും എന്നുകൂടി. മാത്രമല്ല, ഈ BJP ഇത് കാണുന്നത്, ഇത് ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും കേരളത്തിൽ വലിയ മാറ്റം വന്നു, പക്ഷേ BJPക്ക് ഒരു ഇതുണ്ട്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ NDAയുടെ PC തോമസ് ഒരു തവണ നമ്മുടെ ഇവിടെ ജയിച്ചിട്ടുള്ളതാണ് 2004. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയൊക്കെ ഉള്ള ഒരു സാധ്യത അദ്ദേഹത്തിന് മുന്നിലുണ്ട്. തീർച്ചയായും അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ കൂടി ചേർക്കുമ്പോഴാണ് BJP അങ്ങനെ ജയിക്കാനൊക്കെ കഴിയുമെന്ന്. ചെറിയ സന്ദർശനമല്ല, അത് വലിയ തോതിൽ BJP ആഘോഷിക്കുന്നതിനും അതിന് ക്രിസ്മസ് ദിനത്തിൽ അതിൻ്റെ പ്രസക്തി വർദ്ധിപ്പിച്ചതിനുമൊക്കെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് ക്രിസ്ത്യൻ രാഷ്ട്രീയം, കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ടുകൾ, ക്രൈസ്തവ വോട്ടുകൾ അസംബ്ലി തലത്തിലൊക്കെയുള്ള കാര്യങ്ങളിലേക്കൊന്ന് പോകണം. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ഞാനും മനു ഭാരതും തുടരും ഇടവേളയ്ക്ക് ശേഷം. അഭ്യർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ. ഇലക്ഷൻ ചാനൽ തുടരുകയാണ്. നമുക്കറിയാം, പുതുവർഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുമ്പോൾ പ്രധാനമായും അദ്ദേഹം എത്തുന്ന മണ്ഡലങ്ങളിലൊന്ന് ലോക്സഭാ മണ്ഡലമായ തൃശ്ശൂരിലാണ്. അവിടെ റോഡ് ഷോ ഉണ്ട്. മറ്റു ചില പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. കേരളത്തിലെ ക്രൈസ്തവ വോട്ടുകൾ മിക്ക മണ്ഡലങ്ങളിലും ഏറെ പ്രാധാന്യമുള്ളതാണ്. അതിൻ്റെ ഒരു കണക്കിലേക്ക് നമുക്കൊന്ന് പോകണം. 2021 ഒരു കണക്കെടുത്താൽ ക്രൈസ്തവ വോട്ടുകൾ നിർണായകമായ മണ്ഡലങ്ങളിൽ, അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ 57 സ്ഥലങ്ങളിൽ UDFന്, അതല്ലേ മനു അതിൻ്റെ കണക്ക്? 2016 ഒരു സെന്റർ ഫോർ സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റി CSDS നടത്തിയ ഒരു പഠനത്തിൽ നിന്നുള്ള ഒരു അനുമാനമാണ്. അത് അവരുടെ ഒരു അനുമാനം അനുസരിച്ച്
BJP-യിലേക്ക് ക്രൈസ്തവർ വോട്ട് ചെയ്യുന്നത് 2% മാത്രമേ ഉള്ളൂ പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്നാണ് അവർ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അത്രേ ഉണ്ടായുള്ളൂ എന്നാണ് അവരുടെ ഒരു നിലപാട്. അതേസമയം നമുക്ക് നോക്കി 2016 ഇത് കുറേ കൂടി കൂടുതലാണ്. ഏതാണ്ട് 8% ആളുകൾ BJP-ക്ക് അനുകൂലമായി BJP-ക്ക് കുറച്ചുകൂടി വോട്ട് കിട്ടിയ ഒരു സമയം കൂടിയാണല്ലേ 2021-നേക്കാൾ അപേക്ഷിച്ച്. അതെ, അങ്ങനെ കിട്ടിയെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതിപ്പോൾ BJP-യെ സംബന്ധിച്ചിടത്തോളം ഈ വോട്ട് വർദ്ധിപ്പിക്കാമോ എന്നൊരു പരീക്ഷണം അവിടെ നടക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ പല സ്ഥലങ്ങളിലും BJP രണ്ടാമതൊക്കെ ആയി വന്നല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു നിർണായക ശക്തിയായി BJP അസംബ്ലി മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തൊക്കെ വരുമ്പോൾ ഒരു പക്ഷേ അവിടെ അവർക്ക് 1ാം സ്ഥാനത്തേക്ക് എത്താൻ ഇതുപോലുള്ള ചില കൂട്ടിച്ചേർത്തലുകൾ ആവശ്യമാണ് എന്നതിൻ്റെ ഒരു സൂചനയാണ്. പക്ഷേ ഇത് വോട്ട് കുറഞ്ഞു എന്നതിൽ നിന്നാണ് നമ്മൾ അവിടെ ഇനി ക്രൈസ്തവരിലേക്ക് ഫോക്കസ് ചെയ്യണം എന്ന് BJP 2016-നേക്കാൾ% കുറഞ്ഞു 2024 ആയപ്പോഴേക്ക്. പക്ഷേ അതിനിടയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ ക്രിസ്ത്യൻ നേതാക്കളുമായി ബന്ധപ്പെട്ട് BJP-യിൽ ഉണ്ടായിരുന്നു. അൽഫോൺസ് കണ്ണത്താനത്തെ പോലുള്ള ആൾക്കാരെ പുറത്തെത്തിച്ചു. അത് പക്ഷേ പ്രതിഫലിച്ചില്ല എന്നുള്ളതാണല്ലേ, കാര്യമായി ഉണ്ടായില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ സെൻറ്റർ ഫോർ സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസിൻ്റെ ഒരു കണക്ക് വ്യക്തമാക്കുന്നത്. പക്ഷേ ഇത് ഒരു തവണത്തെ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 2011 ഒരു കണക്ക് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ 1% ആളുകൾ മാത്രമേ BJP-യിലേക്ക് വോട്ട് ചെയ്തുള്ളൂ. കൂടുതൽ ആളുകൾ UDF-ലേക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഒരു കണക്കായി നമ്മൾ വരുന്നത്. 2006 അത് 1% മാത്രമേ ഉള്ളൂ. പക്ഷേ കൂടുതൽ ആളുകൾ UDF-ലേക്കാണ് ഈ ക്രിസ്ത്യൻ പോപ്പുലേഷൻ. അത് ഈ പറഞ്ഞ പോലെ കേരള കോൺഗ്രസ് അന്ന് UDF-നൊപ്പമായിരുന്നു. ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായ കേരള കോൺഗ്രസ് UDF-നൊപ്പമായിരുന്നു ആ സമയങ്ങളിലൊക്കെ. അതെ, പക്ഷേ ഈ അതെ അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ 2021 ആയപ്പോഴേക്കും ഈ വോട്ടിംഗ് ശതമാനം 35-ൽ നിന്ന് അല്ലെങ്കിൽ 27% ഒക്കെ ആയിരുന്നല്ലോ നേരത്തെ അവർക്കുണ്ടായിരുന്ന പിന്തുണ. അപ്പോൾ ആ പിന്തുണയിൽ നിന്ന് 27% നിന്ന് അത് 39%-ലേക്ക് LDF-ന് അനുകൂലമായി നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് CSDS-ന്റെ ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2019-ൽ 2 മണ്ഡലങ്ങളിൽ 2% മാത്രമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വോട്ടുകളിൽ 2% മാത്രമാണ് BJP കിട്ടിയിട്ടുള്ളത്. UDF-ന് 70%-ഉം LDF-ന് 25%-ഉമാണ്. വലിയ വിജയം UDF നേടിയ തെരഞ്ഞെടുപ്പാണ് 2019. 2014 എത്തുമ്പോൾ LDF-ന് 27-ഉം BJP-ക്ക് 8% ഉണ്ടായിരുന്നു. BJP-ക്ക് ഈ ഒരു ഘട്ടത്തിൽ ഇത് 8% ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇത് താഴോട്ട് പോയത്. അതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അത് തിരിച്ചു പിടിക്കുക എന്നതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറുന്നത്. 2018-ൽ 14-ൽ 8% ഉണ്ടായിരുന്നത് പിന്നീട് അങ്ങ് കുറയുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരുപക്ഷെ ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കാം എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള. പക്ഷേ ഇതിൽ അതാണ് വളരെ വളരെ ഇത് കൗതുകകരമാണ്. കാരണം നമുക്കറിയാം ഇപ്പോൾ 2002-ലൊക്കെയാണല്ലോ ഈ ഗോത്ര കലാപം അതുമായി ബന്ധപ്പെട്ടൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒക്കെ വരുമ്പോഴും ക്രിസ്ത്യൻ പോപ്പുലേഷൻ കുറേ കൂടി BJP-യിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമത്തെ കാര്യം പക്ഷേ അത് എന്താണ് കുറഞ്ഞത് എന്നതിനെപ്പറ്റി ഒരു പഠനം ആവശ്യമാണ്. കാരണം ക്രിസ്ത്യൻ പോപ്പുലേഷൻ നേരത്തെ ഇവിടെ ഒരു വിമോചന സമരത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്, അവർക്കൊരു കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ BJP മനസ്സിലാക്കുന്നത് പൂർണ്ണമായും ഇടതുപക്ഷത്തേക്ക് അവർക്ക് അങ്ങനെ അടിയുറച്ച് നിൽക്കാൻ കഴിയില്ല. ഒരു ചെറിയ മാറ്റം എന്തായാലും അവരിൽ ഉണ്ടാകണം. മാത്രമല്ല മറ്റ് പല ഫാക്ടേഴ്സുണ്ട്. ഇപ്പോൾ ഞാൻ കണ്ണൂരിരിക്കുന്ന സമയത്ത് പിന്നെ നമ്മുടെ പാമ്പാനി പിതാവിനെ അദ്ദേഹം ആർച്ച് ബിഷപ്പായി അദ്ദേഹം സ്ഥാനമേൽക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പൊന്ന് ഞാൻ സന്ദർശിച്ചു. അപ്പോൾ അദ്ദേഹത്തുമായിട്ട് അന്ന് സംസാരിച്ചപ്പോഴും നമ്മുടെ മൈക്കിൽ അദ്ദേഹം തുറന്നു പറയാൻ തയ്യാറായി ഈ ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങൾ. അത് ലവ് ജിഹാദ് എന്ന് ഞാൻ പേരിട്ട് വിളിക്കില്ല, പക്ഷേ അതിന് സമാനമായ ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ ഈ BJP-യുമായി ചേരാൻ പറ്റുന്ന പല വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ വിഷയം, ഇസ്രായേൽ പലസ്തീൻ സംഘർഷം, BJP-യുടെ നിലപാട് ക്രിസ്ത്യൻ സമുദായത്തിന് അനുകൂലമാണ്. ലവ് ജിഹാദ് വിഷയത്തിൽ BJP നിലപാട് ക്രിസ്ത്യൻ സമുദായത്തിന് അനുകൂലമാണ്. അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ നമ്മുടെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സംഭവം കേരളത്തിൽ വലിയ തോതിൽ ചർച്ചയായിരുന്നു. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒട്ടനവധി വിഷയങ്ങൾ. പിന്നെ ഇപ്പോൾ ഇതേ പാമ്പ്ലാനി പിതാവ് തന്നെ റബ്ബറിന്റെ വിലയെക്കുറിച്ച് 250 രൂപയാക്കിയാൽ 100 രൂപയാക്കി കിട്ടും. കാരണം അത് അവരുടെ ഒരു എക്കോണമിയുടെ ഒരു ബേസാണ്. റബ്ബറിന് വിലയില്ലാതാകുമ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കരുത്ത് എന്ന് വെച്ചാൽ നമ്മൾ സാമ്പത്തിക ഭദ്രതയാണല്ലോ ഒരു സമൂഹത്തിൻ്റെ ഒരു കരുത്തായി വരുന്നത്. അപ്പോൾ അത് ബാധിക്കപ്പെടും. അപ്പോൾ സ്വാഭാവികമായി റബ്ബർ നമ്മൾ വലിയ തോതിൽ നട്ടുവളർത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ വലിയ വിഭാഗം ക്രിസ്ത്യൻ സമൂഹത്തിലുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ അതൊരു പ്രധാന റവന്യൂ മാർഗവുമാണ്. ഇന്ത്യ ഇതിൻ്റെ ഇമ്പോർട്ടാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയാൽ ഒരു പക്ഷേ റബ്ബറിന് വില കയറ്റാൻ കഴിയും. അതിപ്പോൾ ഒരു എന്താ പറയുക ഫിക്കിയും കൂടി അതിലൊരു ധാരണയിൽ എത്തണം. കാരണം ഈ ടയർ ഉൽപ്പാദകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചീപ്പ് റബ്ബർ ആവശ്യമാണ്, അതേസമയം കർഷകർക്ക് നല്ല വില ആവശ്യമാണ്. ഇതിൻ്റെ നടുവിൽ ഒരു നീക്കം എത്താൻ കഴിഞ്ഞാൽ ആ റബ്ബറിനെ കുറിച്ച് പരാമർശിച്ചപ്പോഴാണ് കോട്ടയം MP-ക്കെതിരെ
നവകേരള യാത്രയുമായി എത്തിയ പിണറായി വിജയൻ ആഞ്ഞടിച്ചത് കൂടെ നമ്മൾ ഓർക്കണം. കാരണം ഈ കേരള കോൺഗ്രസിനെ പോലും മാറ്റി ചിന്തിപ്പിക്കാൻ തരത്തിലുള്ള ഘടകങ്ങൾ അവിടെ സംഭവിച്ചു. ആ റബ്ബർ ക്രിസ്ത്യൻ വിഭാഗത്തിൽ വലിയ വികാരമാണ് കോട്ടയം കേരളത്തിൽ, അല്ലേ? അതെ, അത് മറ്റേ ഒരു ചിത്രത്തിൽ സലീം കുമാർ പറയുന്ന പോലെ പാലായിലുള്ളവർക്ക് പാലാണ് റബ്ബർ എന്ന് പറയുന്നത് പോലെ അത് ഒരു എക്കോണമിയുടെ ഒരു മെയിൻ സോഴ്സാണ്. അപ്പോൾ നമുക്ക് റബ്ബറിന് വില വേണമെങ്കിൽ കേന്ദ്രത്തിനെ അതിലൊരു നടപടി എടുക്കാൻ കഴിയൂ. സംസ്ഥാനങ്ങൾക്ക് ഒരു പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് ഒരു സബ്സിഡി കൊടുക്കാൻ കഴിയുമ്പോൾ സബ്സിഡി വല്ലതും കൊടുത്ത് അതിപ്പോൾ ഒരു ധനസ്ഥിതി വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല സബ്സിഡിക്ക്. അതേ പാംപ്ലാനി പിതാവാണ് മനു പിന്നീട് മണിപ്പൂർ വിഷയം വന്നപ്പോൾ ബി.ജെ.പിയെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞു. അതുകൂടി ഓർക്കണം. അതെ, പാംപ്ലാനി പിതാവ് ആ വിഷയത്തിൽ അദ്ദേഹം കൃത്യമായി നിലപാട് സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും അതിൽ ബി.ജെ.പി എനിക്ക് തോന്നുന്നു ആ മണിപ്പൂർ മുറിവ് ഒരുപക്ഷെ ഉണക്കാൻ ഈ ക്രിസ്മസിൽ പ്രധാനമന്ത്രിക്ക് വലിയൊരു ശ്രമം നടത്തി എന്നതാണ് എനിക്ക്. അല്ല, അത് വിചാരധാര വായിക്കണമെന്നും മണിപ്പൂർ വിഷയം ഓർക്കണമെന്നും ഒക്കെ ബിനോയ് വിശ്വമാണ് ശക്തമായി പ്രതികരിച്ചത്. ഒരുപക്ഷെ കോൺഗ്രസിനേക്കാൾ കൂടുതൽ ഈ വിഷയത്തിൽ ആ കൂടിക്കാഴ്ചകളിൽ, അല്ലേ? അതെ, കാരണം ഈ ഇദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിന് ഇപ്പോൾ പാംപ്ലാനി പിതാവിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിന് നമ്മളുണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ തലേ ദിവസം നമുക്ക് വന്നിട്ടുള്ള ഇൻ്റർവ്യൂ പിറ്റേ ദിവസം വലിയ പൊട്ടിത്തെറിക്ക് വഴിവെച്ചു. അപ്പോൾ അടുത്ത ദിവസം വേദിയിൽ നമ്മുടെ ജോൺ ബ്രിട്ടാസിനെ പോലുള്ളവർ ഇതൊക്കെ ഒരു ജാഗ്രത വേണം പിതാവിൻ്റെ ഭാഗത്തു നിന്ന് എന്നൊക്കെയുള്ള തരത്തിലൊരു ഇത് വന്നു. വി മുരളീധരൻ അതിന് മറുപടി കൊടുത്തു. അപ്പം ലീഗ് പ്രതിനിധി അത് കുറെ കൂടി രൂക്ഷമായി ശക്തമായി എതിർത്തു. അതിനുശേഷം ഞാൻ പിതാവിനെ കാണുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു, നമ്മുടെ ന്യൂസ് 18 പുറത്തുവിട്ട ഈ വാർത്ത അങ്ങേക്കൊരു പ്രതിസന്ധിയിലേക്കാക്കി വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എല്ലാവരും അഭിപ്രായം പറയട്ടെ, അതിൽ ഒരു തെറ്റുമില്ല. ഏതായാലും ചടങ്ങ് വളരെ മനോഹരമായും വളരെ നല്ല രീതിയിൽ നടക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ആശയങ്ങളുണ്ടായി, അത് വരട്ടെ, അത് എല്ലാവരും പറയട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് കൃത്യമായ നിലപാടുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ വ്യക്തമാക്കുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിന് ചില വ്യക്തമായ ആവശ്യങ്ങൾ ഉണ്ട്. അതിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു പിന്തുണ അവർക്ക് ആവശ്യമാണ്. ഒന്ന്, അവരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അതാണ്. അതിനപ്പുറത്തേക്ക് അവരുടെ തൊഴിലവസരങ്ങൾ, അവരുടെ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ഈ നാണ്യവിളകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതിലൊക്കെ ഒരു പ്രോ ക്രിസ്ത്യൻ അപ്രോച്ച് നമ്മുടെ രാജ്യത്തിന് ആവശ്യവുമാണ്. അത് നമ്മുടെ കേരളത്തിനും ആവശ്യമാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു നീക്കം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് തുടരെയുള്ളൊരു ആവശ്യം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വയ്ക്കുന്നുണ്ട്. അത് ഒരു പക്ഷേ അത് അംഗീകരിക്കാൻ തയ്യാറാകേണ്ടി വരും. വളരെ പ്രധാനപ്പെട്ട സമഗ്രമായ വിശകലനം. പക്ഷേ ഇതിലൊരു കാര്യം ഉണ്ടായത്, ഈ ഡിസംബർ 25 എന്നത് നമ്മുടെ അടൽജിയുടെ അടൽജിയുടെ നമുക്ക് പോകണം. അടൽജിയെ മറക്കാൻ പറ്റില്ല. കാരണം ആദ്യമായി നരേന്ദ്രമോദിക്ക് മുൻപ് പോപ്പിനെ കണ്ട പ്രധാനമന്ത്രിയാണ്. പോപ്പിനെ ഇങ്ങോട്ട് ക്ഷണിക്കുകയും ചെയ്ത അദ്ദേഹത്തിന്റെ ക്ഷണത്തിന്റെ ഒക്കെ ഭാഗമാണ് ഇപ്പോൾ സന്ദർശനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എന്നുള്ളതാണ്. ഈ മുറിവുകൾ ഉണക്കാൻ ആദ്യം മുൻകൈ എടുത്ത പ്രധാനമന്ത്രി കൂടിയാണ് അടൽ ബിഹാരി വാജ്പേയി. അത് പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 25 ഡിസംബർ 1924 അദ്ദേഹത്തിന്റെ ജനനം. അത് ഈ 2018 ഓഗസ്റ്റ് 16 അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ 100 വയസ്സ് തികയും, അല്ലേ? അത് ജീവിച്ചിരുന്നാൽ ഇന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ 100ാം ജന്മവാർഷികത്തിലേക്കാണ് നമ്മൾ കടക്കേണ്ടത്. ഒരുപക്ഷെ ഡിസംബർ 25 പലരും ഞാൻ ഉൾപ്പെടെയൊക്കെ വിചാരിച്ചിരുന്നത് ബി.ജെ.പി അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിൽ വലിയ പ്രഖ്യാപനങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കും. കാരണം 100ാം വാജ്പേയി മറന്നോ എന്നൊരു സംശയം പലർക്കും ഉണ്ടായി. കാരണം അദ്ദേഹത്തിൻ്റെ ഈ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ സമാധിയിൽ ചെന്ന് പിന്നെ പൂക്കൾ അർപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് അതിൽ ഒരു നീക്കമുണ്ടായോ എന്നത് ഒരു സംശയമായി നമുക്ക് തോന്നുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ പ്രഖ്യാപനങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുന്ന ഘട്ടത്തിൽ വാജ്പേയിയുടെ പേരിൽ ചില വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ ചില രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ എവിടെയോ ഈ പ്രധാനമന്ത്രി വലിയ ക്രിസ്മസ് തിരക്കുകൾക്കിടയിലായിരിക്കും അദ്ദേഹം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അടുപ്പിക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലായിരുന്നു ഇന്നലെ. അതെ, ഒരുപക്ഷെ ആ തിരക്കിനിടയിൽ വിട്ടുപോയതായിരിക്കാം. പക്ഷേ ഏതായാലും മറക്കാൻ സാധിക്കാത്ത, മറക്കരുതാത്ത ഒരു നേതാവാണ്. അതൊരു വലിയ വിമർശനത്തിന് ഒരുപക്ഷെ പാർട്ടിക്ക് അകത്തു നിന്ന് തന്നെ ഇനിയിപ്പോ ഉണ്ടായേക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. വിമർശനം കണ്ടില്ല മനു. അല്ല, അതിനകത്ത് പറയുന്നവരുണ്ടാകുമല്ലോ സ്വാഭാവികമായി. ഞാൻ പറയുന്നത് പരസ്യ പ്രസ്താവനകൾ ഉണ്ടായില്ലെങ്കിലും അടൽ ബിഹാരി വാജ്പേയി സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നമുക്ക് അറിയാം, അദ്ദേഹം ഒരു ഹിന്ദി കവിയായിരുന്നു, പത്രപ്രവർത്തകനായിരുന്നു, പ്രഭാഷകനായിരുന്നു, ഇന്ത്യയുടെ 10ാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു, ബി.ജെ.പിയുടെ സഹസ്ഥാപകനായിരുന്നു, മിതഭാഷിയായിരുന്നു. അങ്ങനെ ബി.ജെ.പിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് വെക്കാൻ പറ്റിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖമായിരുന്നു അടൽ ബിഹാരി വാജ്പേയി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. സൗമ്യ സാന്നിധ്യമായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂമികയിലെന്നും അടൽ ജി.
അതെ, അദ്ദേഹം ഒരു പാർലമെൻറ്റേറിയൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ജവഹർലാൽ നെഹ്റുവിനെ പോലും അമ്പരിപ്പിക്കുന്ന തരത്തിലേക്കുള്ളൊരു പ്രസംഗം നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. മാത്രവുമല്ല, അദ്ദേഹം തുടർച്ചയായി തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വലിയ പ്രതിഭ എന്ന നിലയിൽ അദ്ദേഹം 10 തവണയാണ് ലോക്സഭയിലേക്ക് ജയിച്ചത്. രാജ്യസഭയിലേക്ക് 2 തവണ അദ്ദേഹം വരികയും ചെയ്തു. സമകാലീനായിരുന്നു നമുക്കറിയാം അദ്വാനിയും വാജ്പേയിയും. പക്ഷേ പ്രധാനമന്ത്രി ആകാനുള്ള നിയോഗം കിട്ടിയത് വാജ്പേയിക്കാണ്. രണ്ടുപേരും 2 വ്യത്യസ്ത തലങ്ങളിൽ തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച നേതാക്കൾ കൂടിയാണ് മനു. അതുകൂടി നമ്മൾ താരതമ്യം ചെയ്യണം ഈ ഘട്ടത്തിൽ. അതെ, ഒരു അതേസമയം അന്ന് ഒരു മായൊരു മെജോറിറ്റി എന്ന തലത്തിൽ നമുക്കൊരു കംഫർട്ടബിൾ മെജോറിറ്റി ഇല്ലല്ലോ BJP. അദ്ദേഹം ആദ്യം 13 ദിവസം വരുന്നു, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ആ 13 ദിവസം പിന്നെ 13 മാസം വരുന്നു. അങ്ങനെ അടൽ ബിഹാരി വാജ്പേയിയെ സംബന്ധിച്ച് പറയുന്നത് 13 അദ്ദേഹത്തിന് ഒരു ഭാഗ്യ നമ്പറായിരുന്നു എന്നാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പലർക്കും 13 ഒരു അൺലക്കി നമ്പറായിരുന്നെങ്കിലും വാജ്പേയിക്ക് 13 ഒരു ഭാഗ്യ നമ്പറായിരുന്നു. അപ്പോൾ പലരും പറഞ്ഞു 13 മാസവും 13 ദിവസം കഴിഞ്ഞു, പിന്നെ 13 മാസം വന്നു, ഇനി 13 വർഷം വാജ്പേയി വരും എന്നൊക്കെ. ഏതായാലും അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഒരു പക്ഷേ നരേന്ദ്രമോദിക്ക് ഏതായാലും 13 കൂടുതൽ വർഷം ഭരിക്കാൻ കഴിയുമെന്ന് മാസങ്ങൾ കൂടുതൽ ഭരിക്കാൻ കഴിഞ്ഞു. 1960 മുതൽ നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽ അംഗമാണ്. ഇന്ത്യയിലെ മികച്ച പാർലമെന്റേറിയൻ. 94-ൽ 2005 അവസാനത്തോടെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. 2005 അവസാനത്തോടെ അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നതോടെ അദ്ദേഹത്തിന്റെ ഷൈനിങ് ഇന്ത്യ എന്ന ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിൻ സ്ലോഗൻ പരാജയപ്പെടുന്നു. യു പി എ തുടർച്ചയായ 10 വർഷം അധികാരത്തിൽ വരുന്നു, 2 ടേമുകൾ അധികാരത്തിൽ വരുന്നു. അതോടുകൂടി അടൽ ബിഹാരി വാജ്പേയി രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്നു. അങ്ങനെ നമുക്ക് അദ്ദേഹത്തെ ഓർക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. 2000 ആണവ പരീക്ഷണം, കാർഗിൽ യുദ്ധം, സുവർണ ചതുർഭുജ പദ്ധതി, കാവേരി നദിയിലെ തർക്കം പരിഹരിക്കുന്നു. അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്നും ഓർത്തിരിക്കുന്ന, ഇന്ത്യയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് സംഭവിച്ചിട്ടുണ്ട്. അതെ, ഈ കാർഗിൽ യുദ്ധം അന്ന് നമ്മുടെ ഒരു നാഷണൽ സെന്റിമെന്റ്സിന് അത്രമാത്രം ഇതാണ്. കാരണം കുറേ തീവ്രവാദികളും പാകിസ്ഥാൻ്റെ സപ്പോർട്ടോടുകൂടി നമ്മുടെ കാർഗിൽ മലനിരകളിലേക്ക് കയറിയിരിക്കുകയും ഒരു മഞ്ഞുകാലത്തിന് മറയാക്കി കൊണ്ടുവരികയൊക്കെ ചെയ്തു. നമ്മുടെ ധീര ജവാന്മാർ വലിയ പോരാട്ടം നടത്തി തിരിച്ചു പിടിക്കുന്നു. അത് നമ്മുടെ ഒരു വിജയമായി നമ്മൾ ആഘോഷിക്കുന്നു. അതുപോലെ തന്നെ ഈ സുവർണ ചതുർഭുജ യോജന എന്നത്, അതായത് ഈ ഗോൾഡൻ ക്വാഡ്രിലേറ്ററൽ 4 പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന വലിയ റോഡ് പദ്ധതിക്ക് വാജ്പേയി അന്ന് തുടക്കം കുറിച്ചു. പിന്നെ കാവേരി നദീതല തർക്കം ആ സംസ്ഥാനങ്ങൾക്കിടയിൽ പറഞ്ഞു തീർക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ചില ശ്രമങ്ങളൊക്കെ അദ്ദേഹം നടത്തി. അതുപോലെ തന്നെയാണ് ഈ സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ, ദേശീയപാതകൾ, വിമാനത്താവളം, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കാലത്ത് വികസനത്തിൻ്റെ ഒരു നീക്കം. പക്ഷേ വികസനം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വികസനം ഒരുപാട് സംഭവിച്ച ഒരു ഭരണകാലമായിരുന്നു അടൽ ബിഹാരി വാജ്പേയിയുടേത് എന്നുള്ളത് പ്രസക്തമാണ്. പക്ഷേ ആ വികസനത്തിൻ്റെ അലയൊലികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല അന്നത്തെ പാർട്ടി സംവിധാനത്ത് എന്നതും ഇപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം. നരേന്ദ്രമോദി 2002 തവണ അധികാരത്തിൽ വരുമ്പോൾ 3ാം തവണയും അധികാരത്തിൽ എത്തുമെന്ന അത്തരത്തിലുള്ള പ്രചരണങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് വാജ്പേയി ആഘോഷിക്കാൻ BJPക്ക് സാധിച്ചില്ല എന്നതും പ്രധാനമാണ്. അതെ, നമ്മളിപ്പോൾ ഈ അദ്ദേഹം മരിച്ച സമയത്ത് ഈ ടെലികോം ഇൻഡസ്ട്രിയിലെ ആളുകൾ പറയും ഫാദർ ഓഫ് മോഡേൺ ടെലികോം സെക്ടർ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തെ വിവക്ഷിക്കും. കാരണം ടെലികോം സെക്ടർ അദ്ദേഹം ഓപ്പൺ ചെയ്യുന്നു. അതുപോലെ കൊങ്കൺ റെയിൽവേയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, വികസനം, അതുപോലെയുള്ള നിരവധി പ്രവർത്തനങ്ങൾക്കാണ് വാജ്പേയി തുടക്കം കുറിച്ചത്. ദേശീയ സുരക്ഷാ സമിതി, സാമ്പത്തിക ഉദയ സമിതി, വ്യാപാര വ്യവസായ സമിതി രൂപീകരണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലേ. അതെ, അപ്പോൾ അവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ കരുത്ത് നമുക്ക് പ്രകടമാകുന്നു. ഏതായാലും ഈ ഭാരതരത്നം അദ്ദേഹത്തിന് 2015 നമ്മളെ രാജ്യം സമ്മാനിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോഴും ഈ വാജ്പേയിയെ നമ്മൾ രാഷ്ട്രീയത്തിൽ മറന്നുപോയോ എന്നൊരു ചോദ്യം ഈ ഡിസംബർ. അതാണ് ഞാൻ ചോദിച്ചത് മനു. കാരണം നരേന്ദ്രമോദി ആഘോഷിക്കുന്ന പോലെ BJPക്ക് അടൽ ബിഹാരി വാജ്പേയി ആഘോഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അന്നത്തെ തെരഞ്ഞെടുപ്പ് 2005 അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ വാജ്പേയിയുടെ മുഖം വേറൊന്നായേനെ. അന്ന് എന്ത് സംഭവിച്ചു എന്നുള്ളതും ഇന്നും നമ്മുടെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് ഒരുപക്ഷെ കൗതുകമായി തന്നെ പഠിക്കേണ്ട. പക്ഷെ ഉള്ളറകളിൽ ഒരുപക്ഷെ 2004 തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നാലും അദ്ദേഹം ഒരുപക്ഷെ അത് അദ്വാനിക്ക് പ്രധാനമന്ത്രി പദം പതുക്കെ കൊടുത്ത് മാറിയേക്കുമെന്നൊക്കെ മാറാൻ സാധ്യതയുണ്ടെന്നൊക്കെ സംസാരങ്ങളുണ്ടായിരുന്നു. ഏതായാലും ഇതൊക്കെ ഞങ്ങൾ വാർത്താ സമ്മേളനങ്ങളിൽ അന്ന് ചോദിക്കുമായിരുന്നു വാജ്പേയിയോട്. കാരണം പിന്നെ അങ്ങ് പണ്ട് ചൗധരി ചരൺ സിംഗിനോട് പറയുമായിരുന്നില്ലേ വയസ്സായവർ പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കണമെന്ന്, ഇപ്പോൾ അങ്ങേക്ക് വയസ്സായോ എന്ന്. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് വളരെ സൗമ്യനായിരുന്നു കേട്ടോ. യുവാക്കളായ മാധ്യമപ്രവർത്തകർക്ക് ഒട്ടനവധി അവസരങ്ങൾ കൊടുത്തിരുന്ന ചോദ്യങ്ങൾ ചോദിക്കാനൊക്കെ ഇരുന്നു. വാജ്പേയി ചിരിച്ചുകൊണ്ട് പറയും ഏതായാലും ഞാൻ മാറില്ല
ഇത്തവണ ഞാനുണ്ട് എന്നൊക്കെ അദ്ദേഹം വന്ന് ഞങ്ങളോടൊക്കെ ഡൽഹിയിൽ വാർത്താ സമ്മേളനങ്ങൾ പറയുമായിരുന്നു. അപ്പോൾ ഏതായാലും പക്ഷേ ഒരു ഡിസംബർ 25 ഒരു സദ്ഭാവന അല്ലെങ്കിൽ ഒരു സദ്ഭരണ ദിനമായി ആചരിച്ചുകൊണ്ട് മാത്രം നമ്മൾ വാജ്പേയി ഒതുക്കിയോ എന്നതും ഒരു വശത്ത് ചോദ്യമായി വരികയാണ്. മാർപ്പാപ്പയുടെ മാറുന്ന രാഷ്ട്രീയ നയത്തിൽ ഒരുപക്ഷെ വേണ്ടത്ര വാജ്പേയി തിളങ്ങിയില്ലയോ, ഷൈനിങ് ഇന്ത്യയുടെ വക്താവായ വാജ്പേയി തിളങ്ങിയില്ലയോ എന്ന ചോദ്യമാണ് വലിയ. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ എപ്പോഴും കൗതുകത്തോടു കൂടി നമ്മൾ അങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും. കാരണം നമുക്കറിയാം, നരേന്ദ്രമോദിയെ BJP വലിയ തോതിൽ ആഘോഷിക്കുന്നുണ്ട്. രണ്ടാം തവണ ഭരണം കിട്ടാൻ നമ്മൾ പലപ്പോഴും നമ്മൾ ഇലക്ഷൻ ജാലത്തിന് അപഗ്രഥിച്ചിട്ടുണ്ട് മനു. കാരണം നമ്മുടെ എത്ര വികസന പ്രവർത്തനങ്ങൾ നടത്തിയാലും ഒന്നാം UPA സർക്കാർ വികസന പ്രവർത്തനങ്ങളിൽ പുറകോട്ടായിരുന്നില്ല. നമുക്കറിയാം, നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്തു. പക്ഷേ ജനങ്ങളിലേക്ക് എത്തിക്കുക, അതിനുള്ള സംവിധാനം ഉണ്ടാക്കുക, പാർട്ടി അണികളെ പ്രചോദിപ്പിക്കുക, അത് എല്ലാ തട്ടുകളിലേക്കും എത്തിക്കുക എന്നൊക്കെയുള്ളത് ഒരു പാർട്ടി മെഷീനറിയുടെ വർക്കാണ്. ഒരുപക്ഷെ BJP സംവിധാനം അത്രത്തോളം ഉയർന്നു കാണില്ല. അതുകൊണ്ടാണ് പ്രമോദ് മഹാജന്റെ ഇന്ത്യ ഷൈനിങ് ഒക്കെ അത്രത്തോളം എഫക്റ്റീവ് ആകാതെ പോയത് 2004. അതെ, മാത്രമല്ല അന്ന് ഇതുപോലത്തെ ഒരു സാങ്കേതിക വിദ്യ, ഇന്നിപ്പോൾ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുണ്ട്. ഒരു സെക്കൻഡ് കൊണ്ട് നമുക്കൊരു ആശയം ലോകം അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ എത്തിക്കാൻ വളരെ എളുപ്പമാണ്. മാത്രമല്ല ആളുകൾ നേരിട്ട് ഇത് കാണുന്നു. ഇപ്പോൾ TV കാണാൻ കഴിയാത്തവർക്കൊക്കെ മൊബൈൽ ഫോൺ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ യാത്രകളിൽ, നമ്മുടെ മറ്റ് ജോലി തിരക്കുകൾക്കിടയിൽ കിട്ടുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ മൊബൈലിലേക്കാണ് നോക്കുന്നത്. അപ്പോൾ ഇത് കുറേ കൂടി ഫലപ്രദമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്, മോദി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതൊരു വശത്ത് ശരിയാണ്. പക്ഷേ വാജ്പേയി ഒരു തരക്കമായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നും രണ്ടല്ല, മുന്നണികളെല്ലാം കൂടി ചേർന്ന് നിൽക്കുമ്പോൾ ഒരുപക്ഷെ വേണ്ടത്ര കരുത്ത് BJPക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. അതിനെപ്പറ്റി ഒരു പഠനം നടത്തി പിന്നീട് അത് BJP വലിയ തോതിൽ തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഒക്കെ വാജ്പേയിയുടെ കാലഘട്ടത്തിന് ശേഷമാണ് ഉണ്ടായത്. അപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവോടുകൂടി അത് കുറെ കൂടി BJP കരുത്തൊട്ട ഒരു നിലപാട് സ്വീകരിക്കുന്നു. ആദ്യം കുറേ കൺസർവേറ്റീവായ നിലപാട് BJPക്ക് അകത്തു നിന്ന് ഒക്കെ വന്നിരുന്നു. പിന്നീട് BJPയിൽ മോദിയും വാജ്പേയിയെ പോലെ സൗമ്യനാകുന്നു എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഈ പോപ്പിൻ്റെ വരവോട്. കാരണം എനിക്കൊരു കാര്യം ഉറപ്പാണ്, പോപ്പ് ഇന്ത്യയിൽ എത്തിക്കഴിയുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം പ്രധാനമന്ത്രിയെ പ്രശംസിക്കും. ആ തീർച്ചയായും കൂടി അദ്ദേഹത്തിന് ഒരു വലിയ നേട്ടമാണ്. കാരണം ലോക നേതാക്കൾക്കിടയിൽ നരേന്ദ്രമോദിയെ മാറ്റി നിർത്താനാവില്ല. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലസ്തീൻ വിഷയത്തിൽ അദ്ദേഹം എടുത്ത നിലപാട് വത്തിക്കാൻ നിലപാട് തുല്യമാണ്. ഹമാസുമായി ബന്ധപ്പെട്ട അദ്ദേഹം സ്വീകരിച്ച നിലപാട് വത്തിക്കാൻ നിലപാട് തുല്യമാണ്. അങ്ങനെ യുക്രൈൻ യുദ്ധത്തിൽ ഏറ്റവും ഒടുവിൽ സമവായം വേണമെന്ന് ആവശ്യപ്പെടുന്ന നേതാവ് മോദിയാണ്. അങ്ങനെ നിരവധിയായ കാര്യങ്ങളിൽ യുദ്ധത്തിന് അപ്പുറം സമാധാനമെന്ന നിലപാട് സ്വീകരിക്കുന്ന നരേന്ദ്രമോദിയെ കേരളത്തിൽ ഇന്ത്യയിൽ വരുമ്പോൾ പോപ്പിന് അനുകൂലിച്ചേ പറ്റൂ. പക്ഷെ അപ്പോഴും പലവിധ കാര്യങ്ങൾക്ക് BJPയും മോദിയും ഒക്കെ മറുപടി കൊടുക്കേണ്ടി വരും. മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ, നേരത്തെ മനു പറഞ്ഞ 600ഓളം ഇന്ത്യയിലുണ്ടായ അക്രമ സംഭവങ്ങൾ ക്രിസ്ത്യൻ സമുദായത്തിനെതിരെ, അതിലൊക്കെ ഒരു അന്ത്യം വരുത്തേണ്ടി വരും. അതിനുള്ള മറുപടി ഒപ്പം പരിഹാരമുണ്ടാക്കേണ്ടി വരും സർക്കാരിന്. അതെ, ഈ ബജ്രംഗ് ദൾ അതുപോലുള്ള സംഘടനകൾ പലപ്പോഴും ഇത്തരം, ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഛത്തീസ്ഗഡിൽ അവർ ചില പ്രതിജ്ഞയൊക്കെ എടുത്തു. ഞങ്ങൾ ഇനി മറ്റ് മതങ്ങളിലെ ആളുകൾ നടത്തുന്ന കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കില്ല, അങ്ങനെയൊക്കെ ചില സ്പർദ്ധകളൊക്കെ അവിടെയൊക്കെ നടത്തുന്നു. പക്ഷേ അതിനെയൊന്നും പ്രധാനമന്ത്രി എൻഡോസ് ചെയ്യുന്നില്ല. പക്ഷേ അതൊക്കെ ഒരു നിഴൽക്കുത്തായി നമുക്കിതിന് പുറകിൽ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഒരുപക്ഷെ ഇതിനെ ഒരു പുതിയ നയത്തിലേക്ക് കൊണ്ടുവരാൻ പ്രധാനമന്ത്രി, ഇപ്പോൾ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഈ കോവിഡ് വന്നൊരു സമയത്ത് ഈ പോപ്പിനെ കണ്ടപ്പോഴും അദ്ദേഹം ഈ കോവിഡിനെ കുറിച്ചാണ്, ഇന്ത്യ നടത്തിയ കോവിഡ് നീക്കത്തെക്കുറിച്ചാണ് പ്രധാനമായി പറഞ്ഞത്. അപ്പോൾ കോവിഡ് വന്നപ്പോൾ പലയിടത്തും നമ്മൾ കണ്ടത് ഈ ആരോഗ്യ പ്രവർത്തകരെ ഓടിച്ചിട്ട് അടിക്കുന്ന ഒരു രീതി ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അന്ന് പ്രധാനമന്ത്രി ഒരു മെഴുകുതിരി കത്തിക്കുക, ഒരു പാത്രത്തിൽ തട്ടുക എന്നൊക്കെയുള്ള ചില പ്രഖ്യാപനങ്ങൾ നടത്തിയപ്പോൾ ഇന്ത്യയിൽ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരോടുള്ള സമീപനം മാറുന്നതിന്, അപ്പോൾ പലരും ഇവിടെ പറഞ്ഞു ഈ പ്ലേറ്റിലടിച്ചാൽ കോവിഡ് ഓടുമോ എന്ന്. പക്ഷേ ഞാനതിനെ നോക്കിക്കാണുന്നത് ആരോഗ്യരംഗത്തുള്ള ആളുകളോടുള്ളൊരു സമീപനം, ആദരവ് വന്നു, വലിയ മാറ്റം വന്നു. നമ്മൾ പലയിടത്തും ആരോഗ്യ പ്രവർത്തകർ എത്തുമ്പോൾ അവരെ ജനം ഓടിച്ചിട്ട് അടിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി അവരെ പൂക്കൾ വിതറി, അവരെ ഈ കോവിഡ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് കുറച്ചു കാലം ക്വാറന്റൈനിലേക്ക് പോയി, പിന്നെ അവരുടെ വീടുകളിലേക്ക് വന്ന് വീണ്ടും ക്വാറന്റൈനിലേക്ക് ഇരിക്കാൻ വരുമ്പോൾ പല ഫ്ലാറ്റുകളിൽ നിന്നും അവരെ പുഷ്പവൃഷ്ടി നടത്തുന്ന ഒക്കെ ഒരു സാഹചര്യം ഉണ്ടായി. ഒരു പക്ഷേ ക്രിസ്മസിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം മനു, ഈ നമ്മുടെ ഈ വിശ്വ ഹിന്ദു പരിഷത്ത് അല്ലെങ്കിൽ ഈ സംഘപരിവാർ സംഘടനയേക്കാൾ ഏറ്റവും കൂടുതൽ എതിർപ്പ് ക്രിസ്മസ് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില മുസ്ലിം മത നേതാക്കളുണ്ട്. അത് വലിയ ചർച്ചയായിരുന്നു ഇന്ത്യയിലുടനീളം. പങ്കെടുക്കരുതെന്നും പങ്കെടുക്കുക തെറ്റാണെന്നും എന്താണ് അതിന് ചില വാക്കുകളൊക്കെ ഉപയോഗിച്ച പശ്ചാത്തലമൊക്കെ ഉണ്ട്. അത് വലിയ തോതിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട് ആ സമുദായത്തെ.
അവിടെയാണ് ഈ ഹിന്ദു മതത്തിൽ അല്ലെങ്കിൽ ഈ BJPയുടെ സംഘപരിവാർ സംഘടനകളുടെ പ്രസക്തി കുറച്ചുകൂടി ക്രിസ്ത്യൻ മതത്തോട് അടുപ്പിക്കുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് എന്തായാലും ഇലക്ഷൻ ചാനൽ അവസാനിപ്പിക്കണം മനു. പ്രസക്തമായ വിലയിരുത്തലുകൾ നമ്മുടെ ഈ 1 മണിക്കൂറിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഏതായാലും മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് എത്തുകയാണ്. അത് ഒരു രാഷ്ട്രീയ സൂചികയായി BJP കാണുകയും ചെയ്യുന്ന പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ക്രിസ്ത്യൻ സമുദായവുമായി അത്രമേൽ അടുക്കാൻ BJP ആഗ്രഹിക്കുന്നു. അത് തെരഞ്ഞെടുപ്പ് രംഗത്തും അവരെ ഒപ്പം നിർത്തുകയും കേരളത്തിലടക്കം പ്രധാനപ്പെട്ട സീറ്റുകളിൽ പ്രതീക്ഷിത സീറ്റുകളിൽ മുന്നേറ്റമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്ത്യൻ സമുദായത്തെ അകറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയം BJPക്ക് ഈ കാലഘട്ടത്തിൽ ചിന്തിക്കാൻ സാധിക്കാത്ത പശ്ചാത്തലമുണ്ട്. അത് പല തിരിച്ചറിവുകളുടെ പശ്ചാത്തലത്തിലാകും. നമുക്കറിയാം നേരത്തെ പല വിധത്തിലുള്ള എതിർപ്പുകൾ ആ സമുദായത്തിൻ്റെ ഭാഗത്തുണ്ടായെങ്കിൽ പോലും ഇന്നലത്തെ ഒരു ക്രിസ്ത്യൻ വിരുന്നോടുകൂടി പ്രധാനമന്ത്രി വസതിയിൽ നടത്തിയ 60ഓളം മതമേലധ്യക്ഷന്മാരുടെ വിരുന്നോടുകൂടി ഒരു ചെറിയ മാറ്റം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി എന്ന് BJP എങ്കിലും വിശ്വസിക്കുന്ന പശ്ചാത്തലമുണ്ട്. അതെങ്ങനെ BJPയെ സഹായിക്കുമെന്നുള്ളത് നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പടക്കം കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും ഇലക്ഷൻ ചാനൽ അവസാനിക്കുകയാണ്. ഞാനും മനുവും നാളെ മറ്റൊരു വിഷയമായി എത്താം. നമസ്കാരം. ഈ പരിപാടി നമ്മൾ അക്കോമഡേറ്റ് ചെയ്യാം.